ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും എന്തിൻ്റെ കൂടി സൈഡായിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ 1-2 എണ്ണം മതിയാവും. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 പുതിനേൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. പുതിന അധികം ആവേണ്ട, ഒരു കയ്പ്പ് ഉണ്ടാവും. പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. മിക്സി അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇതൊക്കെ പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണുള്ളതുണ്ട്, ബോൺലെസ് മാത്രമല്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി നിർബന്ധമില്ല. പിന്നെ 1 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈനെ സ്പെഷ്യലാക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ. അധികം മസാലകളൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കാം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ടേസ്റ്റും കിട്ടുക. പിന്നെ തേങ്ങ നന്നായിട്ട് ആ ചിക്കനിൽ പിടിച്ചിരിക്കും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ ആ തേങ്ങ അവിടെ ഇവിടെ ആയി പോവും. മറ്റേ ഭാഗം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ അവസാനം എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി മൊരിഞ്ഞ് വന്നതിന് ശേഷം അവസാനം നമ്മളിതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം. അധികം നമ്മുടെ തേങ്ങ മൊരിച്ച് കരിഞ്ഞു പോകണ്ട, ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്